ഹായ് മൈലാഞ്ചി കൈവിരല മുഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ ഏതൊരു പട്ടുമാ തങ്ങക്കിനാവുകൾ ഹായ് ഹായത്തിൽ പാടുകയാണ് മണിമുഞ്ചത്തിൽ മൈക്കട്ടി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുമാ പാട്ടുമാലിത് പാട്ടുമാ പാട്ടുമാലിത് പാട്ടുമാ പാട്ടുമാലിത് ഇശൽ പെരുക്കങ്ങളുടെ തേന്മഴത്താളമാണ് മാപ്പിളപ്പാട്ടുകൾ. മലബാറിന്റെ സാംസ്കാരിക പൈതൃകം പേറുന്ന ഈ മാപ്പിളപ്പാട്ടുകളെ ജനകീയമാക്കുന്ന പട്ടുറുമാലിന്റെ അതുല്യ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. പട്ടുറുമാലിന്റെ ഈ ഇശൽ കൊട്ടാരത്തിലേക്ക് നമ്മുടെ ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സജ്ല സലീം, ഫിറോസിക്ക, നജീമുക്ക, പിന്നെ നമ്മുടെ സ്വന്തം ഓർക്കസ്ട്ര ടീം. ഉമ്മമാർക്കായി സമർപ്പിച്ചുകൊണ്ടുള്ള ഈ റൗണ്ടിൽ ഉമ്മുൽ മെഹബൂബ റൗണ്ടിലേക്ക് എത്തുന്നു നിഷീദ. നിഷീദ, ഉമ്മുൽ മെഹബൂബ റൗണ്ടാണ്. അതെ, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള റൗണ്ടാണ്. അപ്പോ ഉമ്മ ഇവിടെ ഉമ്മ അവിടെ ഇരിപ്പുണ്ട്. ഉമ്മ പേരെന്താണ്? റംല. ഉമ്മ നമ്മൾ ഇവിടെ പട്ടുറുമാലിന്റെ പല പല ഷെഡ്യൂളിലും എല്ലാ പ്രാവശ്യം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇപ്പോഴാണ് സംസാരിക്കുന്നത്. ഉമ്മ, നിഷീദ എങ്ങനെയാണ് വീട്ടിലൊക്കെ? നല്ല കുട്ടിയാണ്. കുട്ടിയാണ്. നിഷീദ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നായിരിക്കും നന്ദിനി ഇങ്ങനെ ചോദിക്കുക. അപ്പൊ ഉമ്മ ഇങ്ങനെ തന്നെ പറയണം അതല്ലേ? ഒന്നും പറഞ്ഞിട്ടില്ല. ഉമ്മ, നിഷീദ ശരിക്കും നല്ല കുട്ടിയാണ്. ഞങ്ങൾക്ക് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള കുട്ടിയാണ്. ഭയങ്കര ടാലന്റഡ് ആണ്. പാട്ടിന് മാത്രമല്ല, ഡാൻസ് ആണെങ്കിലും അഭിനയാണെങ്കിലും. കണ്ടിട്ടില്ലേ? നിഷീദയ്ക്ക് ആലോചനയൊക്കെ വന്നില്ലേ? പട്ടുറുമാലിലെ കലാപരിപാടികളൊക്കെ കണ്ടിട്ട് വന്നു. ഞങ്ങൾ അറിഞ്ഞു എല്ലാം. നിഷീദ അല്ല ഉമ്മ, നിഷീദ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങള് ഖൽബിൽ നിന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് കേൾക്കാം. അസ്സലാമു അലൈക്കും ഉമ്മ. ഉമ്മയല്ല, ഞങ്ങളുടെ സ്വന്തം കുട്ടിപ്പെണ്ണെന്ന് തന്നെ പറയാം. ഞാൻ എന്ത് മനസ്സിൽ വിചാരിച്ചാലും അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന കാര്യം എനിക്ക് എൻ്റെ ഉമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഉമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്ക് തന്നെ എൻ്റെ ഉമ്മ എനിക്ക് പ്രതീക്ഷിക്കാണ്ട് തന്നെ ഒരുപാട് അതിലൊന്നും ഒരിക്കലും മടക്കം വരുത്തിയിട്ടില്ല എൻ്റെ ഉമ്മ. പലപ്പോഴും എൻ്റെ ഉമ്മ, ഞാൻ എപ്പോഴും ഉമ്മനോട് എനിക്കൊരു എതിർത്ത് സംസാരിക്കുന്ന കാര്യം തന്നെ എനിക്കിവിടെ തുറന്നു പറയുള്ളൂ. അല്ലാതെ എൻ്റെ ഉമ്മാനോട് ഞാൻ മറച്ചു വെക്കുന്ന അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല. എതിർത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോൾ ഉമ്മാക്ക് തോന്നുന്ന ആ ഒരു വിഷമം, ആ വിഷമത്തിന് ഞാൻ മാപ്പ് ചോദിക്കാണ്. ഉമ്മ എന്നോട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, നീ ഇങ്ങനെ എൻ്റെ അടുത്ത് കയർത്ത് സംസാരിക്കും, എൻ്റെ അടുത്ത് ശബ്ദം ഉയർത്തി സംസാരിക്കണം, നിന്നോട് ഇതുപോലെ ദേഷ്യപ്പെട്ട് സംസാരിക്കണവരോടൊന്നും നീ പുറത്ത് ഇങ്ങനെ സംസാരിക്കണം ഞാൻ കേട്ടിട്ടില്ല, എന്തുകൊണ്ട് എന്നോട് മാത്രം നീ ഇങ്ങനെ സംസാരിക്കണം പറയുമ്പോൾ ഞാൻ മനസ്സിലാലോചിക്കാറുണ്ട്. എനിക്ക് എൻ്റെ ഉമ്മാനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഉമ്മയോടെ സംസാരിക്കുന്നത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഉമ്മ അത് കാര്യമാക്കി എടുത്തിട്ടുണ്ടാവില്ല. എങ്കിൽ പോലും എത്ര എന്തുണ്ടായാലും ഒരിക്കലും ഒരു ഉമ്മാക്ക് മക്കളെ വെറുക്കാൻ കഴിയില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും ഉറപ്പാണ്. സ്നേഹമുള്ളിടത്തെ സങ്കടവും ദേഷ്യവും ഇണക്കവും പിണക്കൊക്കെ ഉണ്ടാവുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ട്, പാലാണ് തേനാണ് എനിക്കെൻ്റെ ഉമ്മ, ഈ പാട്ടിലെ ഓരോ വരികളും ഓരോ ഈണങ്ങളും എല്ലാം എൻ്റെ ഉമ്മാക്ക് വേണ്ടി തന്നെ ഞാൻ സമർപ്പിക്കുന്നു. എൻ
എല്ലാമാണിയുമ്മ. നിഷിത, നിഷിതയെക്കാട്ടിലും സ്ട്രോങ് ഉമ്മയാണല്ലോ. ഉമ്മ ഇവിടെ നിഷിത കരയുമ്പോ ടവലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, തൂത്തൊക്കെ കൊടുക്കുന്നു. ഉമ്മ ഇഷ്ടായോ പാട്ട്? ഇഷ്ടായി. നിഷിത കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇതിനു മുമ്പ്. എല്ലാം ശരി, പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷേ ഈ ശബ്ദം ഉയർത്തി പറയുന്നത് സ്നേഹമാണ് എന്ന് പറഞ്ഞത് അങ്ങനെ വിടാൻ പാടില്ല. പക്ഷെ അതുമായിരിക്കില്ല കേട്ടോ. ഇപ്പൊ എന്റെ വോയിസിനൊരു കോമ്പറ്റീഷൻ എന്ന് ഞാൻ കണക്കാക്കുന്ന ഒരാളാണ് നിഷിത. വോയിസ് ഒത്തിരി വലുതാ, ഭയങ്കര വോയിസാ. അതുകൊണ്ട് ചിലപ്പോ അങ്ങനെ തോന്നുന്നാവും. എങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞാലും കോളേജിൽ പോണ സമയത്തായാലും എവിടെ പോവാണെങ്കിലും വന്ന് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ വന്ന് മാപ്പ് പറഞ്ഞിട്ട് പോകും. പിന്നെ എന്ത് വേണം? ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അപ്പോ നിഷിത കരയാ, പ്രയാസമാണ്. അങ്ങനെ എന്താണോ കരയാൻ പ്രയാസാണ്. അത്ര പെട്ടെന്നൊന്നും സങ്കടം വരില്ല. നിഷിത വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഈ ഒരു ടൈമിൽ കരഞ്ഞു പോയി അല്ലേ? സാരല്ല. നിഷിതയുടെ പാട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. ഇനി അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. നജീമക്ക. നിഷീദ, അസ്സലാമു അലൈക്കും. അമ്മയ്ക്കും സലാം. ഭയങ്കര സന്തോഷം ഈ വേദിയിൽ വന്ന് രണ്ടുപേരെയും കാണാൻ പറ്റിയതിൽ. പിന്നെ എന്തായാലും നമ്മൾ ഇമോഷണലായി പോവും, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഉമ്മയെക്കുറിച്ച് പാടുമ്പോൾ ആർക്കായാലും ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും പിന്നെ പാട്ടിൽ കാരണം അത് ഭയങ്കര കൂടുതൽ ഇമോഷണലായിട്ടേ കുറച്ചങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക്. കാരണം വേറെ ഒന്നും വിചാരിക്കരുത്. കാരണം നെഗറ്റീവ്സ് പറയുന്നത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടി വിയിലൂടെ വരുന്ന സമയത്ത് മനസ്സിലാവും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് തുടക്കത്തിലെ കൺട്രോളേ ഇല്ലായിരുന്നു, കൈവിട്ടുപോയി എല്ലാം. ഞാനൊന്നും എഴുതിയില്ല, ഫുൾ ഇങ്ങനെ ഫുൾ പോയി എല്ലാം. അങ്ങനെ എന്താ പറയാ, കുഴപ്പമില്ല. ഫിറോസിക്കയുടെ കണ്ണൊക്കെ നിറഞ്ഞു. മോള് കുറേ മോമെന്റുകൾ ഉണ്ടായി, ഓർമ്മിക്കാവുന്ന കുറേ മോമെന്റുകൾ ഈ പാട്ടിൻ്റെ ഇടയിൽ അല്ലേ ഉമ്മ. മോൾ ആദ്യം പറഞ്ഞപ്പോൾ മോൾക്ക് സങ്കടം വന്നത്, പിന്നെ ഇപ്പോൾ ഉമ്മയെ കൂട്ടാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് പാട്ടിൻ്റെ വലിയൊരു ഭാഗം അപ്പോഴും ബാക്കി കിടക്കുകയാണ് അല്ലേ. ഉമ്മയെ കൂട്ടാൻ വന്ന സമയത്ത് പാട്ടിൻ്റെ വലിയൊരു ഭാഗം ബാക്കി കിടക്കുക, പല്ലവി അതിൻ്റെ റിപ്പീറ്റേഷനും അല്ലേ. അപ്പോഴാണ് മോൾ ഉമ്മയെ കൂട്ടാൻ വന്നത്. പിന്നെ തേങ്ങിപ്പോയി, മൊത്തമായിട്ടും മോള് തേങ്ങിയതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട്. ഈ പാട്ടിൽ വന്നത് നജീമ് പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മൈനസ് പറയുമ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഞങ്ങൾ ശത്രുക്കളാവുന്നു എന്നൊരു തോന്നൽ വന്നാൽ ഞങ്ങൾ അതിൽ നിരപരാധികളാണ്. ഒരിക്കലും കേട്ടോ ഞങ്ങൾക്ക് മൈനസ് പറയണമെന്ന് ഒരാഗ്രഹമില്ല. ഈ ഷോ ഉദ്ദേശിക്കുന്നത് പട്ടുറുമാല് മാത്രമേ അങ്ങനെയും ഉള്ളൂ. എന്ത്, നിങ്ങളെ ഒന്നുകൂടി പരമാവധി മുന്നിലേക്ക് പറഞ്ഞ് നിങ്ങളെ അവർക്ക് കിട്ടുന്ന എല്ലാ ഗുണഗണങ്ങളും അതുകൊണ്ട് ഏതൊക്കെ അർത്ഥത്തിലായാലും അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരു ഷോയാണ് കൈരളിയുടെ ഷോ. എന്നാലും പറയണമല്ലോ, പ്രേക്ഷകർ ചോദിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളത് പറയാൻ ബാധ്യസ്ഥരാകുന്നത്. ശ്രുതി തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ കിടക്കുകയായിരുന്നു നമ്മളെ വ്യത്യാസപ്പെട്ടത്. അത് അല്ലേ ഏറ്റവും പ്രധാന ഘടകം പാട്ട്. പിന്നെ വേറെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മോള് ചില പ്ലാനുകളൊക്കെ പാടുന്നത് കുറച്ച് അമേച്വറാവുന്നു പാടുമ്പോൾ. എൻ്റെ ഒരു പ്രൊഫഷണൽ വേയിൽ ആ പ്ലാനുകൾ വരുന്നില്ല. അപ്പോൾ കുറേ സ്ഥലങ്ങൾ കേട്ടോ അതിങ്ങോട്ട് ചേരാത്തത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്. ഒരു താരാട്ടായതുകൊണ്ട് അത് അതിലേക്ക് അങ്ങോട്ട് ബ്ലെൻഡ് ആവേണ്ടതുണ്ടായിരുന്നു. താരാട്ടല്ല, ഒരു ഉമ്മയുടെ പാട്ടായതുകൊണ്ട് ആ ഒരു പ്രശ്നമാണ് വന്നത്. മോള് നല്ല OM-ന്റെ വരികളാണ് അല്ലേ, OM കരുവാരക്കുണ്ടിൻ്റെ വരികളാണ്, മികച്ച വരികളാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. പാടുമ്പോൾ നമ്മൾ ഒരുപാട് സെന്റിമെന്റൽ ആവാതെ നോക്കും വേണം, അത് പാട്ടിനെ ബാധിക്കും. താങ്ക് യു ഫിറോസിക്ക. സജിലത്ത, ആ വീഡിയോ ക്ലിപ്പിലെ എന്ത് ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. അനിയത്തി പറയായിരുന്നു ഇതുവരെ നിഷേധം ഇങ്ങനൊന്നും സംസാരിച്ച് കേട്ടിട്ടില്ല. എന്താ അറിയില്ല, ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണോ വീട്ടിലൊക്കെ? ഭയങ്കര സ്പീഡിലാണോ സംസാരിക്കുക? അല്ല, എന്താണ് ഉമ്മാനെ കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ വന്നിട്ടാണോ? എന്താണ് മൂഡ് ഔട്ടായോ? ഭയങ്കര സ്മാർട്ടായ നിഷീദ ഒന്നും പറയുന്നില്ല. നിഷീദ എപ്പോഴും ഒരുപോലെ ആവില്ലല്ലോ നിഷീദ. എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ പാടാൻ പറ്റുമോ?
ഫിറോസ്ക പറഞ്ഞു നമ്മൾ പറയുന്നതൊക്കെ പോസിറ്റീവായിട്ട് എടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. നിഷിത വേഗമൊന്നും കരയാത്ത കുട്ടിയാണ്, അപ്പൊ നിഷിത കരയെടുത്തിട്ടോ. നിഷിതയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പറയാല്ലേ. നിഷിതയുടെ മൈനസ് പ്ലസ് പറഞ്ഞുതരാൻ കുറേ ആൾക്കാരുണ്ടാവും, മൈനസ് അധികം ആരും പറയില്ല. അത് പറഞ്ഞാലേ നമുക്ക് വളരാൻ സാധിക്കുള്ളൂ അല്ലേ. എല്ലാവരും നന്നായി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ നന്നായി, ഇനിയൊന്നും നമുക്ക് വരുത്താനില്ല എന്ന് വിചാരിക്കും. നമ്മൾ പറഞ്ഞു തരുന്നത് എന്താണ്, നിഷിതയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യൂ. അതെ, താങ്ക് യു സജിലത. നിഷിതയുടെ മാർക്സിലേക്ക് പോകാം. നജീമുക്ക 25. ഫിറോസിക്ക ഓൺ 40 35.5. സജിലത നിഷിതയ്ക്ക് 25.5. നിഷിതയുടെ ടോട്ടൽ മാർക്സ് 86 ഔട്ട് ഓഫ് 100. പക്ഷെ സാരമില്ല, ഇനി നമുക്ക് ഒത്തിരി ഒത്തിരി വേദികൾ മുമ്പോട്ട് കിടക്കല്ലേ. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും നന്നായിട്ട് പെർഫോം ചെയ്യുക. ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഈ ഗിഫ്റ്റ് ഉമ്മ നിഷിതയ്ക്ക് തരും. നിഷിതയുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് H2O കാഷ്വൽ ഷർട്ട്സ്.